ഈ ദിലീപിന്റെ കേസിനെ കുറിച്ചിട്ട് സിദ്ദീഖിന്റെ അഭിപ്രായം എന്താണ്? അതാണ് അഭിപ്രായം. അത് മനസ്സിലായി. ഇതെടുത്തൊരു തട്ടാനല്ലേ മാന്യന്മാരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് ഇപ്പൊ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ പലരും പല അഭിപ്രായങ്ങള് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളും ഒരു കാലത്ത് ഈ ദിലീപിന്റെ സിനിമകളൊക്കെ കണ്ട് വന്നവരാണ്. ഒരു സുപ്രഭാതത്തില് അദ്ദേഹം ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ വന്നപ്പോ പല ആളുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇതില് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഇപ്പൊ കോടതി പറഞ്ഞു അദ്ദേഹത്തിനെ വെറുതെ വിട്ടിട്ട് പോലും എന്താ പറയാ, ഇവിടെ മീഡിയ അതുപോലെയുള്ള ആളുകളൊന്നും ഇപ്പോഴും അദ്ദേഹം നിരപരാധിയല്ല, ഈ സുപ്രീം കോടതിയിൽ പോയാലാണ് നിരപരാധി എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല. നമുക്കെന്നല്ല ഒരാൾക്കും അറിയില്ല. ഇത് ചെയ്ത ആൾക്ക് അറിയാം, അത് അനുഭവിച്ച ആൾക്ക് അറിയാൻ. ഇല്ല, ഇപ്പൊ ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എല്ലാവരുടെ അഭിപ്രായത്തില് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അയാളെ പോലീസ് പിടിച്ചു, അയാളെ ശിക്ഷിക്കുകയും ചെയ്തു. പിന്നെ അയാൾക്കൊരു കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണല്ലോ ഇപ്പൊ ഇതിന്റെ അകത്തുള്ള പ്രധാന വിഷയം. അത് ആരാണ്? അപ്പൊ ഒരു മാഡമാണെന്ന് പറയുന്നു, പിന്നെ അത് മാറി ദിലീപിലേക്ക് എത്തി. ദിലീപിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ദിലീപിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് ദിലീപിലേക്ക് എത്തിയത് എന്നുള്ളത് ദിലീപ് അന്വേഷിക്കണമെന്ന് ദിലീപ് ഇപ്പൊ പറയുന്നുണ്ട്. അല്ല, ദിലീപ് ഇപ്പൊ ആദ്യമേ അന്വേഷിക്കണ്ടേ ആ കാര്യത്തില്? ഇപ്പൊ തന്നെ കോടതി, നമ്മളെല്ലാരും നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് കോടതിനെയാണ്. കോടതി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന ഈ ഭരണകർത്താക്കൾ, നമ്മുടെ കേരളമാണെങ്കിൽ ഇന്ത്യയാണ്, നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ ഇതുപോലെ കുറ്റാരോപിതരായിട്ടുള്ള ഒരുപാട് പേരില്ലേ, പല രീതിയിൽ കൊലക്കേസ് പ്രതികളുണ്ട്, അതുപോലെ തന്നെ പല പല കേസുകളിൽ പ്രതിയായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ചിലര് കോടതിയിൽ പോയിട്ട് നിരപരാധിത്വം തെളിയിച്ചവരുണ്ട്, കോടതി വെറുതെ വിട്ടവരും, അങ്ങനെ എത്രയോ പേരുണ്ട്. ജാമ്യം കിട്ടിയവര് നിൽക്കുന്നവരുണ്ട്. അവരെ ഒന്നും നമ്മള് ബഹളം ഉണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ പോയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? കോടതിയാണ് നമ്മുടെ അൾട്ടിമേറ്റ്, നമ്മുടെ അവസാന വാക്ക് കോടതിയുണ്ട്. പക്ഷെ കോടതിനെ മാനിക്കാതെ നമ്മുടെ ഇവിടെ തന്നെ എത്രയോ ഭരണകർത്താക്കൾ, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവര് കോടതി വിധി മേടിച്ചിട്ട് നിരപരാധി തെളിയിച്ചിട്ട് ഭരിക്കുന്നവരില്ലേ. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവണ്ടേ? ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. ഈ ദിലീപ് നിരപരാധി അല്ല എന്ന് പറയുന്നവർക്ക് തെളിവ് കൊടുക്കട്ടെ. അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അവരോട് കൊടുക്കട്ടെ. അവരുടെ കയ്യിൽ ദിലീപ് നിരപരാധിയല്ല, ഞങ്ങളുടെ കയ്യിൽ ഇന്ന തെളിവുണ്ട് എന്ന് പറയണ പോലെ മറ്റേ ശങ്കരാടി മറ്റേ വിയറ്റ്നാം കോളനി പറയില്ലേ, ഈ കോളനികളിലുള്ള എല്ലാരും ഒഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ട്, ആരെയാ എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല.